അങ്ങനെ ആസ്റ്റൺ വില്ലയുടെ ഒരു കിടിലം പെർഫോമൻസ് ആണ് നമ്മളിന്ന് കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ലിവർപൂളിന് ജയിക്കാൻ പറ്റുന്ന ഒരു മത്സരമായിരുന്നു. 85 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ 3-1 ലീഡ് ലിവർപൂളിനുണ്ട്. ഞാൻ വിചാരിച്ചു കളി കഴിഞ്ഞു. എന്നാൽ അവസാനത്തെ 5 മിനിറ്റിൽ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. വില്ല 2 പ്രാവശ്യം സ്കോർ ചെയ്യുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കംബാക്ക് ആണ് നമ്മൾ കണ്ടത്. വെൽക്കം ടു മല്ലു ഫുട്ബോൾ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. 2 ടീമുകൾക്കും ജയിക്കാനുള്ള അവസരങ്ങൾ ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നു. ചെറിയൊരു മാർജിനിലാണ് ഈ കളി 3-3 എന്ന നിലയിൽ സമനിലയിലേക്ക് പോയത്. കളി തുടങ്ങി ആദ്യത്തെ 5 മിനിറ്റിനുള്ളിൽ തന്നെ ഒരു ബ്ലണ്ടർ എമി മാർട്ടിനസിന്റെ സൈഡിൽ നിന്ന് വരികയാണ്. ഇപ്പോൾ റൈറ്റ് വിങ്ങിന് അടിച്ച ഒരു പന്ത് ഒരു ഈസി ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അത് ഹോൾഡ് ചെയ്യുന്നതിന് പകരം എമി മാർട്ടിനസിന്റെ കൈ തട്ടി ഡിഫ്ലക്റ്റ് ആയി അത് ബോക്സിലേക്ക് എത്തുന്നു. അങ്ങനെ ഒരു ഓൺ ഗോളോടെ 1-0 ലീഡിലേക്ക് ലിവർപൂൾ വരികയാണ്. വലിയ ശക്തമായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്തു. 11ാമത്തെ മിനിറ്റിൽ ലെഫ്റ്റ് വിങ്ങിലൂടെ ഓലി വാട്കിൻസിന്റെ ഒരു മനോഹരമായിട്ടുള്ള കൗണ്ടർ അറ്റാക്ക്. പുള്ളി ഡ്രിബിളൊക്കെ ചെയ്ത് ബോക്സിനകത്തേക്ക് വരുന്നു. ഇവിടെ മിഡ്ഫീൽഡിൽ ബോൾ റിസീവ് ചെയ്യാൻ വേണ്ടി യൂറി ടിലമെൻസ് വളരെ കൃത്യമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പുള്ളിയുടെ കാലിലേക്ക് ബോൾ എത്തിക്കുന്നു. ഒരു ഡയറക്റ്റ് ഷോട്ടായിരുന്നു. അലിസണ് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ 1-1 വില്ല കളിയിലേക്ക് തിരിച്ചു വരികയാണ്. പിന്നീട് 1-2 ഹാഫ് ചാൻസുകളൊക്കെ ഇരു ടീമുകൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. വളരെ ക്ലോസ് ആയിട്ടുള്ള മാർജിനിൽ 1-2 ഓഫ് സൈഡ് ഡിസിഷൻ ലിവർപൂളിനെതിരെ ഉണ്ടായിരുന്നു. എന്നാൽ 23ാമത്തെ മിനിറ്റിൽ ലെഫ്റ്റ് വിങ്ങിലൂടെ ലൂയിസ് ഡിയാസും ഗോമസും ലിങ്കപ്പ് ചെയ്തൊരു പന്ത് കൃത്യമായിട്ട് ബോക്സിലേക്ക് എത്തിക്കുന്നു. ഒരു ടാപ്പിന് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. എനിക്ക് തോന്നുന്നു എമി മാർട്ടിനസ് അത് സേവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ പുള്ളിക്ക് അത് പറ്റിയില്ല. ഗാക്പോ കൃത്യമായിട്ട് ഈ ബോൾ ബോക്സിലേക്ക് എത്തിക്കുകയും ചെയ്തു. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ 2-1 എന്ന ലീഡിലേക്ക് ലിവർപൂൾ വരികയാണ്. ഇന്ന് ബെയ്ലിയുടെ പെർഫോമൻസ് വില്ല സൈഡിൽ നിന്ന് എടുത്തു പറയേണ്ടതാണ്. പുള്ളി 2-3 കിടിലൻ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അധികം വൈകാതെ ലിവർപൂൾ ലീഡ് നില 3 ഗോളിലേക്ക് എത്തിക്കുകയും ചെയ്തു. സെറ്റ് പീസ് വന്നൊരു പന്ത്, കോൺസയുടെ ഒരു അടിപൊളി ഹെഡർ. എനിക്ക് തോന്നുന്നു ഇഞ്ച് പെർഫെക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിലും വലുതൊന്നും വരാനില്ല. ഗോൾ കീപ്പർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ 3-1 ലീഡിലേക്ക് സെക്കൻഡ് ഹാഫിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ലിവർപൂൾ പോയി. പിന്നീട് ശരിക്കും പറഞ്ഞാൽ ഒരു ഓപ്പൺ മത്സരമായിരുന്നു. കൗണ്ടർ അറ്റാക്ക് എന്ന് പറഞ്ഞതുപോലെ ലിവർപൂൾ സൈഡിൽ നിന്ന് ചാൻസുകൾ ഉണ്ടായിരുന്നു, വില്ലക്കും ചാൻസുകൾ ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടുപേര് ക്ലിനിക്കൽ അല്ലായിരുന്നു. ഓഫ് സൈഡ് ഡിസിഷൻ ലിവർപൂളിനെതിരായി എന്ന് പറയേണ്ടി വരും. ഇവിടെ ഡിഫൻസിലും മിഡ്ഫീൽഡിലുമുള്ള മിസ്റ്റേക്കിനെ പറ്റി 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. അലിസന്റെ സൈഡിൽ നിന്ന് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ചെറിയൊരു മാർജിനിലാണ് അത് ഫിനിഷ് ചെയ്യാൻ പറ്റാതെ പോയത്. അധികം വൈകാതെ മക്കാലിസ്റ്ററുടെ കയ്യിൽ നിന്ന് മറ്റൊരു ബ്ലണ്ടർ വരുന്നു. 85th മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ വന്നിട്ടുള്ള ഡ്യൂറാന്റെ കിഡിലൻ ഗോളോടെയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയത്. മറ്റൊരു ഗോള് 88 മിനിറ്റിൽ വരുന്നു. ഇതും ഒരു മൈനർ മിസ്റ്റേക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. 2 ഗോളുകളോടെ വളരെ ശക്തമായിട്ട് വില്ല കളിയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. 85th മിനിറ്റ് ആകുമ്പോഴത്തേക്കും 3-1 ലീഡ് 88 മിനിറ്റോടെ 3-3 എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മളിന്ന് കണ്ടത്. പിന്നീട് കളി ഫിനിഷ് ചെയ്യാൻ വേണ്ടി വില്ലക്ക് ചാൻസുകൾ ലഭിച്ചു. പക്ഷേ അത് ഫിനിഷ് ചെയ്യാൻ അവരെ കൊണ്ട് സാധിച്ചില്ല. ബെയ്ലി കൊടുത്ത 1-2 പന്തൊക്കെ ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. കാർലോസ് മിസ് ചെയ്ത ചാൻസ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബോക്സ് കയറും. അത്രയ്ക്കും ക്ലോസ് ആയിട്ടുള്ള ഒരു റേഞ്ചിൽ വെച്ചിട്ടാണ് പുള്ളി ആ ചാൻസ് മിസ് ചെയ്തത്. അങ്ങനെ കളി അവസാനിക്കുമ്പോൾ 3-3 എന്ന നിലയിൽ പിരിയുകയും ചെയ്തു. വില്ലയെ സംബന്ധിച്ചിടത്തോളം ടോപ്പ് 4 വേണ്ടിയിട്ട് അവർ മാക്സിമം പുഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ചാൻസ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അടുത്ത മത്സരം കൂടി ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വില്ല നെക്സ്റ്റ് സീസണിൽ ചാമ്പ്യൻസ് ലീഗ് കളിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.